തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ പെരുമഴ പെയ്ത്താണ് ശിശുദിന റാലി സംഘടിപ്പിച്ചു. അതിനിടയിൽ നഗരസഭ, നെയ്യാറ്റിൻകര നഗരസഭ, സ്കൂളിലെ വിദ്യാർത്ഥികളാണ് റാലിയിൽ പങ്കെടുത്തത്. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായുണ്ട്. അവിടുത്തെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോയാൽ നോക്കൂ, ആ മഴയത്ത് കുട്ടികളെ ഇങ്ങനെ നടത്തുന്നത് കാണാം. നേരത്തെ സർക്കാരിന്റെ വിവിധ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വെയിലത്ത് കുട്ടികളെ നിർത്തരുത്, താരപ്പൊലിയേന്തി VIP-കൾക്ക് വേണ്ടി ദീർഘനേരം കാത്ത് നിൽക്കാൻ ഇടവരരുത് കുട്ടികൾ, അങ്ങനെ ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മഴയത്ത് കുളിച്ചാണ് ഇപ്പോൾ ഇവിടെ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. ശിശുദിന റാലി, അതും നഗരസഭയുടെ നേതൃത്വം നടത്തുമ്പോൾ കുറെ കൂടി കരുതൽ കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടേ എന്ന ചോദ്യമാണ് ഈ ദൃശ്യങ്ങൾ ഉന്നയിക്കുന്നത്. രാഹുൽ ജിനാഥ്, രാഹുൽ, എപ്പോഴായിരുന്നു ഈ റാലി സംഘടിപ്പിക്കപ്പെട്ടത്? എന്ത് വിശദീകരണമാണ് അധ്യാപകരും നഗരസഭാ അധികൃതരും നൽകുന്നത്? ഇത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ശിശുദിന റാലികൾ സംഘടിപ്പിച്ചത്. നെയ്യാറ്റിൻകരയിൽ ശിശുദിന റാലി സംഘടിപ്പിച്ചത്. നമുക്കറിയാം, ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ശിശുദിന റാലികൾ പൂർത്തിയായിരുന്നു. ഇപ്പോൾ നെയ്യാറ്റിൻകര നഗരസഭയ്ക്ക് കീഴിലുള്ള സ്കൂളുകളുള്ള വിദ്യാർത്ഥിനികളാണ് റാലിയിൽ പങ്കെടുത്തത്. ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരത്താണ് റാലി സംഘടിപ്പിച്ചത്. ആ സമയത്താണ് മഴയുണ്ടായത്. മഴയുണ്ടായിട്ട് പോലും ഈ കുട്ടികളെ പിന്തിരിപ്പിച്ചുകൊണ്ട് മറ്റ് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റാനോ ആരും തയ്യാറായില്ല എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം ആ 1 കിലോമീറ്ററോളം ദൂരത്ത് അവർ എങ്ങനെ ഒരുങ്ങിയോ, എന്ത് വേഷമിട്ട് നടന്നോ ആ വേഷത്തിൽ അല്ലെങ്കിൽ ആ റാലിക്കൊപ്പം കുട്ടികൾ നടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നഗരസഭാ ചെയർമാനുമായി വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, പെട്ടെന്നാണ് മഴയുണ്ടായത്, പിന്നെ മൈക്കിൽ കൂടി എല്ലാവരോടും ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോൾ കുട്ടികളല്ലേ, അവരങ്ങനെ കേട്ടില്ല എന്നുള്ള വാദമാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള മറുപടിയാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് തന്നെയാണ് നമ്മളൊരു വാർത്ത കൊടുത്തത് പോത്തൻകോട്, അതായത് തിരുവനന്തപുരം പോത്തൻകോട് ഇടിമിന്നലുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടിമിന്നലുള്ള ഒരു ഘട്ടമായിരുന്നു, മഴയുണ്ട്. അപ്പോൾ ഇന്ന് തന്നെയാണ് നമ്മളൊരു വാർത്ത കൊടുത്തത്. പോത്തൻകോട് ഒരു വീട്ടിൽ ഇടിമിന്നലേറ്റ് നാശനഷ്ടം ഉണ്ടായൊരു വാർത്ത കൊടുത്തത്. അപ്പോൾ അത്തരത്തിലൊരു പൂർണ്ണമായും വലിയ മഴയുണ്ട്, ഇടിമിന്നലുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പോലും വളരെ വിപുലമായ ഒരുക്കങ്ങൾക്ക് ശേഷം നടത്തിയ പരിപാടിയാണ് എന്ന് മനസ്സിലാകുന്നത്. കാരണം വിവിധ തരത്തിൽ കുട്ടികൾ പച്ചനിവേഷം കെട്ടിയിട്ടുണ്ട്, വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അവർ ഓരോരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് അവർ ഈ റാലിയുടെ ഭാഗമാകുന്നത്. അപ്പോൾ വലിയ മുന്നൊരുക്കമുള്ള ഒരു പരിപാടിയാണ്. സ്വാഭാവികമായും വലിയ മുന്നൊരുക്കത്തിൽ നടത്തുന്ന ഒരു പരിപാടി പെട്ടെന്ന് ഉപേക്ഷിക്കുക എന്നത് അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച അധ്യാപകരെ സംബന്ധിച്ചും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച മറ്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുമൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിദ്യാർത്ഥികൾക്കും അതിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹവും ഉണ്ടാവും. നമുക്ക് ഓരോ ഇടവിട്ടുള്ള ഓരോ കുട്ടികളുടെ സംഘത്തിനും ഓരോ വ്യത്യസ്തമായ ഡ്രസ്സും വ്യത്യസ്തമായ പശ്ചാത്തലവുമൊക്കെയാണ് അവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ മഴ അപ്രതീക്ഷിതമായി പെയ്തതാണോ? ഇപ്പോൾ ഈ മഴയത്ത് ഈ പരിപാടിയിൽ ഇങ്ങനെ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിനെതിരെ അവിടുത്തെ രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ ആ ഘട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു. ജതീഷ്, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നമ്മൾ ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ കുട്ടികളോട് കൃത്യമായി മഴ പെയ്ത ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞു എന്ന് മാത്രമാണ്. ജതീഷ് സൂചിപ്പിച്ചതുപോലെ നഗരസഭയ്ക്ക് കീഴിലുള്ള സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. എല്ലാ വർഷവും ശിശുദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന റാലിയാണ്. അവർ ഉച്ചയ്ക്ക് ശേഷമാണ് നടത്താറുള്ളത്. എന്നാൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുന്ന ഒരു സാഹചര്യമുള്ളതായി നമുക്കറിയാം. അപ്പോൾ മാതാപിതാക്കൾ ഒരു ഘട്ടത്തിൽ അത്തരത്തിൽ രാവിലെ നടത്തിക്കൂടെ എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് പ്രശ്നം രാഹുൽ. ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ട് എന്ന് കൃത്യമായി അറിയാം. ഇപ്പോൾ നഗരത്തിലെ സ്കൂൾ, എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ അവർ വിദ്യാർത്ഥികളുടെ യാത്ര സംഘടിപ്പിച്ചിരുന്നു. അവർ കഴിഞ്ഞ ദിവസം മഴയുള്ളൊരു ദിവസമാണ് നേരത്തെ നിശ്ചയിച്ചത്. പിന്നാലെയാണ് മഴയുടെ അറിയിപ്പ് വന്നത്. അതിനുശേഷം ആ യാത്ര മാറ്റിവെച്ചു. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷമോ മറ്റോ ആണ്. 2 or 3 തവണ യാത്ര മാറ്റിവെച്ച് പിന്നീടൊരു ദിവസത്തിലാണ്. മഴ മുന്നറിയിപ്പൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അവർ തീരുമാനമെടുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ, പുറത്തിറങ്ങാൻ കഴിയാത്ത മഴ. ഇന്നിപ്പോൾ വരുമ്പോൾ പോലും ചാറ്റൽ മഴ തിരുവനന്തപുരം നഗരത്തിൽ ഈ 3 മണി 4 മണി സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഈ മഴയത്ത് സംഘടിപ്പിക്കാനുള്ള ബുദ്ധി ആരുടേതാണ്? ആരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഈ പരിപാടി, കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടി ഉച്ചയ്ക്ക് ശേഷമായി മാറ്റിയത്? രാവിലെ നടത്തിയാൽ എന്താണ് കുഴപ്പം? ശിശുദിനം എന്നൊക്കെ പറയുമ്പോൾ രാവിലെ തന്നെ കുട്ടികൾ കുളിച്ചൊരുങ്ങി വന്ന് പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു പതിവല്ലേ നമ്മുടെ നാട്ടിലുള്ളത്? രതീഷ്, തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇന്നലെ രാത്രി തിരുവനന്തപുരം നഗരത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ എങ്ങനെയാണ് മഴ പെയ്തത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ തന്നെ രതീഷ് പറഞ്ഞതുപോലെ വലിയ മുന്നൊരുക്കത്തോടുകൂടി ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ബദലായി എന്ത് ചെയ്യാൻ കഴിയും? കാരണം മഴയുള്ള ഒരു രാത്രിയായിരുന്നു, പിറ്റേന്നാണ് പരിപാടി നടക്കുന്നത്. അങ്ങനെ മഴ പെയ്താൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്നതുകൂടി അവർ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമാകേണ്ടിയിരുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ആ റാലി പൂർത്തിയാക്കി കളയാം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ പനി, ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഈ പനി ബാധിക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടിമിന്നൽ വലിയ പ്രശ്നമായി മലയോര ഭാഗങ്ങളിലൊക്കെ വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. അപ്പോൾ ഈ 2 ഘടകങ്ങളും ജില്ലയുടെ വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ. അപ്പോൾ ആ ഘട്ടത്തിൽ ഇങ്ങനെ കുട്ടികളുമായി, അതായത് കുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥിനികളാണ്, അവർ 1 കിലോമീറ്ററോളം നടന്ന ശേഷം
നനഞ്ഞ് കുതിർന്നാണോ ഒടുവിലെത്തുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്തത് ഈ പൊതുപരിപാടി, ഈ റാലിക്ക് ശേഷമുള്ള പൊതുപരിപാടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. എങ്കിൽ പോലും ഇവരോട് കൃത്യമായി പറഞ്ഞു, കുട്ടികളാണ് അവർ, കൃത്യമായി പറഞ്ഞ സംഘാടകർ അവരെ ഒതുക്കി നിർത്താനോ സുരക്ഷിത സ്ഥാനം നിർത്താനോ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ രാഹുൽ, ആ വാദം എത്രത്തോളം നിലനിൽക്കുന്ന ഒന്നാണ്. ഇപ്പോൾ നോക്കൂ, ആ ദിശയിൽ ഇപ്പോൾ NCCയുടെ കുട്ടികൾ നടന്നു പോവുകയാണ്. ഓരോ ഗ്രൂപ്പിലും അതിനെ എസ്കോർട്ട് ചെയ്യുന്ന അധ്യാപകരുടെ ചുമതലക്കാരുണ്ട്. അല്ല, ചുമതലക്കാരില്ലാതെ അങ്ങനെ ഓരോ ഗ്രൂപ്പായി ഈ കുട്ടികൾ എങ്ങനെയാണ് നീങ്ങുക? ഓരോ ഗ്രൂപ്പിൽ നോക്കൂ, അതിനൊപ്പം 1-2 അധ്യാപകർ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സായി ഉണ്ട്. അങ്ങനെ ഇല്ലാതെ അങ്ങനെ ഒരു പരിപാടി നടക്കില്ലല്ലോ. കുട്ടികൾ പറഞ്ഞ് കേട്ടില്ല എന്ന വാദമൊക്കെ എത്രത്തോളം പൊള്ളയാണ്? അതൊക്കെ നിലനിൽക്കുന്ന ഒന്നാണോ? നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലാണ്. കാരണം കാലങ്ങളായി നെയ്യാറ്റിൻകരയിൽ ഈ തരത്തിലാണ് ഉച്ചയ്ക്ക് ശേഷമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ റാലി തുടങ്ങിയ സമയത്ത് തന്നെ പെട്ടെന്ന് മഴയുണ്ടാകുന്നു. അപ്പോൾ തന്നെ കുട്ടികളോട് ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞു, മൈക്കിലൂടെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ കേട്ടില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എസ്കോർട്ടിൽ നിൽക്കുന്ന ടീച്ചർമാർ അല്ലെങ്കിൽ അധ്യാപകരായിരിക്കും, അല്ലെങ്കിൽ നഗരസഭയുടെ ഭാഗമായി നിൽക്കുന്നവരായിരിക്കും. അവർ കുടയുമായാണ് നടക്കുന്നത്. കാരണം അത്രമാത്രം മഴയുണ്ട് എന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്. കുട്ടികൾ ആ ആവേശത്തിൽ നടക്കുന്നു എന്നൊക്കെ നമുക്ക് ഒരു രീതിയിൽ പറഞ്ഞു വെക്കാമെങ്കിലും ഇത് കൃത്യമായി പറഞ്ഞാൽ ഉത്തരവാദിത്തമില്ലായ്മയാണ്. കാരണം ഈ മഴയിൽ ആ കുട്ടികളെ നടക്കാൻ അനുവദിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനാസ്ഥയാണ്. കാരണം റാലി നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പറയുന്നത് പോലെ റാലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ അത് മറ്റൊരു ബദൽ എന്താണ്? ഈ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമാണല്ലോ ഇത്. കാരണം നമുക്കറിയാം, ഓരോ വിഭാഗങ്ങളായി കുട്ടികൾ ഒരുങ്ങി വരുന്നു, പല വേഷങ്ങളും.